എനിക്ക് കുറെ കമന്റ് വരലുണ്ട്, ചേച്ചി സ്റ്റിച്ചിങ് ഇഷ്ടമാണ് ചെയ്യാൻ, അതിന്റെ ഒരു എന്താ പറയാ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഇനിയിപ്പോ ഞാൻ ചെയ്യാൻ പോകുന്നത് അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ ചെയ്തുതരാൻ കാണിച്ചു തരാൻ പോണത്. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക്, തയ്യൽ മെഷീൻ ഇല്ലെങ്കിൽ കൈത്തുന്നു കൊണ്ടുവരെ ഈ ഒരു ടോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അത്രയും എളുപ്പമുള്ള ഒരു ടോപ്പാണ്. ഫസ്റ്റ് ആയണ്ട കേട്ടോ. ഇനി നമ്മളെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് റിക്വസ്റ്റ് ഉണ്ട്, കുറച്ച് പേരല്ലേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ മാനിക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാനിത് ഒരു കോട്ടൺ മോഡൽ തുണിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് പണ്ട് നമ്മുടെ എന്താ മോഡലിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, മോളോട്ടൊരു തുണി വെച്ച് താഴോട്ട് മിക്സ് ആൻഡ് മാച്ച്, അത് തന്നെ അതിനു വേണ്ടി മേടിച്ച് വെച്ചതാണ്. പക്ഷെ അന്ന് അത് അയച്ചിട്ടൊന്നും കുറെ മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം വീട്ടിൽ കിട്ടിയതാട്ടോ ഈ കഷ്ണം. ഇപ്പൊ എല്ലാം വെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു തുണി വിടില്ലല്ലോ. അപ്പൊ എത്ര ഒരു 1/2 മീറ്റർ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാ കണ്ടില്ല, 1/2 മീറ്റർ കോട്ടൺ ആണ്. അപ്പൊ ഇതെങ്ങനെ വെട്ടി തയ്ക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 10-15 മിനിറ്റ്, കൂടിപ്പോ ഒരു 15 മിനിറ്റ്. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പ് റെഡിയാക്കാൻ പറ്റും, ജീൻസിനൊക്കെ ഇടാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും വേഗം ഞാനിതിലെ പറഞ്ഞ കൂട്ടത്തിലൊരു മിസ്റ്റേക്ക് വന്ന് ഞാൻ വീഡിയോ എടുത്ത് എഴുതപ്പോഴാണ് കണ്ടിട്ടോ. എൻ്റെ കയ്യിലുണ്ടായത് പ്യുർ കോട്ടൺ ടൈപ്പ് തുണിയായിരുന്നില്ല, ഒരു ഓർഗൻസ ടൈപ്പ് തുണിയായിരുന്നു കേട്ടോ, പണ്ടത്തെ മോഡൽ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നില്ല കോട്ടൺ അല്ലെങ്കിൽ കുഴഞ്ഞെടുക്കുന്ന തുണി ഉണ്ടാവില്ലേ, ആ ഒരു തുണി നോക്കിയെടുത്താൽ മാത്രമേ ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. കാരണം ഞാനിത് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ സമയത്താണ് പളപളാ നിൽക്കവരില്ല, ഈ ഓർഗൻസ ടൈപ്പ് നിൽക്കില്ല, ആ ഒരു ടൈപ്പിലാട്ടോ ഇത് നിൽക്കുന്നുള്ളത്. ഇതൊരു ഓർഗൻസ മോഡൽ തുണിയാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് 4 മൂലയും ഞാൻ ഒരേപോലെ ആക്കി വെക്കുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള തുണി വീതിയും വലിപ്പമൊന്നും നോക്കണ്ട, നാലുള്ള തുണി കറക്റ്റായിട്ട് 4 ആക്കിയിട്ട് ഒരേപോലെ വീതിയും വലിപ്പവും ഒരുപോലെ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും മുറുക്കി. അത് കഴിഞ്ഞിട്ട് ഒരു 4 കഷ്ണം കൂടി ഒരു കയറ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. അതാണ് ഫസ്റ്റ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ കഴുത്ത് മുറിച്ചു, പിന്നെ അതേപോലെ 4 കോണും മുറിച്ചില്ലേ, അതെല്ലാം മടക്കി തയ്ക്കുക. വേറെ ഒന്നും ചെയ്യാല്ല, 4 കോണും മടക്കി തയ്ക്കുക, കഴുത്തും മടക്കി തയ്ക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 4 കോണിലും നമ്മൾ 4 കയറ് മടക്കി തുന്നി വെച്ചില്ലേ, ആ 4 കോണിലും 4 കയറും കൂടി കൂട്ടി യോജിപ്പിച്ചാൽ ടോപ്പ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അതങ്ങനെ സൈഡ് 4 തയ്ച്ചു, കഴുത്തും മടക്കി തയ്ച്ചു, 4 കോണിലും ഓരോരോ കയറും അറ്റാച്ച് ചെയ്തു. ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ് ഇത്. ഇതുപോലെ കഴുത്ത് കൂടി ഇട്ടതിന് ശേഷം ഫ്രണ്ടിലുള്ള കയറെടുത്ത് ബേക്കിൽ കിട്ടുക, ബേക്കിലുള്ള കയറെടുത്ത് ഫ്രണ്ടിൽ കിട്ടുക, ടോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് കണ്ടില്ല, കുറച്ച് പളപളാ കിടക്കുന്നുണ്ടല്ലോ, അത് ഒരു ഓർഗൻസ ടൈപ്പ് തുണിയായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കോട്ടൺ തുണി അല്ലെങ്കിൽ ഷിഫോൺ പോലത്തെ കുഴഞ്ഞെടുക്കുന്ന തുണികളൊക്കെ അല്ലേ, അങ്ങനത്തെ വെച്ച് ചെയ്താൽ അടിപൊളിയായിട്ടിരിക്കും. വീട്ടിൽ വേണ്ടാതെ കിടക്കണം അങ്ങനത്തെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, അടിപൊളി ടോപ്പാണ്. അപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.